Hello guys, welcome back to my YouTube channel V.Jvideosworld. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ടൊയോട്ട കാറിൽ വോയിസ് ടാഗ് ആഡ് ചെയ്യാമെന്നാണ്. ഈ വോയിസ് ടാഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ടൊയോട്ടയുടെ ഓൾമോസ്റ്റ് ഇന്നോ ക്രിസ്റ്റോട്ടുള്ള മുകളിലേക്കുള്ള വണ്ടികളിൽ എല്ലാത്തിലും വരുന്ന ഒരു ഫീച്ചറാണ് ഈ വോയിസ് ടാഗ് എന്ന് പറയുന്നത്. വോയിസ് ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വണ്ടിയിൽ നമുക്ക് കോൾ എന്ന് വെച്ചാൽ വോയിസ് കമാൻഡ് കൊടുത്ത് കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അതെങ്ങനെയാണ് എനേബിൾ ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ടൊയോട്ട കാസിലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് വോയിസ് കമാൻഡ് അല്ലെങ്കിൽ വോയിസ് ടാഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ എനേബിൾ ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സോ നമ്മൾ മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനിലേക്ക് വരും. ഈ സ്ക്രീനിൽ നമുക്ക് ഓപ്ഷൻസ് നാവിഗേഷൻ, ഓഡിയോ, ഈക്കോ, സെറ്റപ്പ്, USB ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് പോകേണ്ടത് ടെലിഫോൺ ഓപ്ഷനിലാണ്. ടെലിഫോൺ ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറേ കോണ്ടാക്റ്റിൻ്റെ അല്ലെങ്കിൽ ലോഗ്, കോൾ ഹിസ്റ്ററിയുടെ ലോഗ് ഇവിടെ വന്നിട്ടുണ്ട്. ടൈമും ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഓൾറെഡി ഞാൻ ഈ സിസ്റ്റത്തിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫീച്ചർ ആക്സസിബിൾ ആവുള്ളൂ. സോ നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോകുമ്പോൾ 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഈ 4 ഓപ്ഷൻസിൽ വോയിസ് ടാഗ് ആഡ് ചെയ്യാൻ പോകേണ്ടത് കോണ്ടാക്ട് ഓർ കോൾ ഹിസ്റ്ററി സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. സോ ഗൈസ്, നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക് കോണ്ടാക്ട് ഓർ ഹിസ്റ്ററി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് ഈ ട്രിക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ വോയിസ് ടാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ വോയിസ് ടാഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാം ഇതിൽ 45/50 എന്ന് കാണാം. അപ് ടു 50 കോണ്ടാക്ട്സ് നമുക്ക് വോയിസ് ടാഗ് ആക്കി നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗൈസ്, നമുക്ക് ഒരു ന്യൂ കോണ്ടാക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് എൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ കോണ്ടാക്ട്സും ഈ സൈഡിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു പ്രത്യേക കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ആൽഫബറ്റ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് തന്നേക്കണം. അപ്പോൾ നമുക്ക് G അടിക്കണമെങ്കിൽ G വെച്ച് സ്റ്റാർട്ട് ചെയ്യണ കാറ്റഗറിയിലെ നെയിം, P വെച്ച് പേടിക്കണമെങ്കിൽ P വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് R വെച്ചുള്ളൊരു കാറ്റഗറിയിലെ നെയിമാണ് സെർച്ച് ചെയ്യണമെങ്കിൽ PQRS എന്ന് പറഞ്ഞൊരു ബോക്സ് തന്നേക്കണം. അവിടെ തന്നെ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുമ്പോൾ R വരും. അപ്പോൾ R വെച്ചുള്ള നെയിം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ആഡ് ചെയ്യാമെന്ന് ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ നമുക്ക് രാഹുൽ ജിയോ എന്ന് പറഞ്ഞ നമ്പർ ആഡ് ചെയ്യാം. സോ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമ്മൾ വോയിസ് ടാഗ് അല്ലെങ്കിൽ വോയിസ് കമാൻഡായിട്ട് കൊടുക്കാൻ പോകുന്നത്. സോ നമ്മൾ ഈ റെക്കോർഡ് ബട്ടൺ നോക്കുമ്പോൾ അവിടെ നിന്നൊരു കമാൻഡ് വരും. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഒരു കമാൻഡ് വരും. ആ കമാൻഡ് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വോയിസ് അതിൽ സേവ് ആവുന്നതാണ്. സോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. After the beep, say a name. രാഹുൽ. സോ ഗൈസ്, നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ പറഞ്ഞ പേര് അല്ലെങ്കിൽ രാഹുൽ എന്ന് ഞാനൊരു പേര് പറഞ്ഞു. അത് ഇപ്പോൾ വോയിസ് വണ്ടി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ നമുക്കിത് സേവ് ചെയ്യാനായിട്ട് ഓക്കെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് നേരെ ഹോമിലേക്ക് പോകാം. ഹോം സ്ക്രീനിൽ അപ്പോൾ രാഹുൽ ജിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ്, നമുക്ക് വോയിസ് കമാൻഡ് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വോയിസ് കമാൻഡിങ്ങിൻ്റെ രീതിയിലുള്ളൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഐക്കൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കമാൻഡ് നമ്മുടെ വെഹിക്കിൾ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് വരും. അപ്പോൾ ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു കമാൻഡ് വരുമ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കണ നെയിം പറയാനായിരിക്കുള്ളൂ അതിൻ്റെ കമാൻഡ് വരുന്നത്. സോ നമ്മൾ നേരത്തെ സേവ് ചെയ്ത നെയിം ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വണ്ടി അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. രാഹുൽ. Push the off hook switch to dial. To correct, push the dock switch and say the contact name. സോ ഗൈസ്, ഇപ്പം നമ്മുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കണ്ടതാണ്. സോ നമുക്കത് കോൾ
കോള് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസിലെ ആ വോയിസ് കമാൻഡിൻ്റെ തൊട്ടടിയിലായിട്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള 2 ബട്ടൺസ് അവൈലബിൾ ആണ്. സോ നമുക്ക് ഈ കോൾ ചെയ്യാനുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോള് പോകുകയും ഈ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോള് കട്ടാവുകയും ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് കാണാം ഗൈസ്, കോള് പോയി. കോള് നമുക്ക് എന്താണ് കോള് കട്ട് ചെയ്യണ ഓപ്ഷൻ നമുക്കിപ്പോൾ കോള് കട്ടാവുകയും ചെയ്തു. സോ ഗൈസ്, ഇത് നമ്മുടെ കാറുകളിൽ കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കോൾ ചെയ്യാൻ പാടെന്നുള്ള റൂളുള്ളതാണ്. സോ നമുക്കിപ്പോൾ ഒരു കോൾ ചെയ്യണമെങ്കിൽ വണ്ടി സൈഡിൽ നിർത്തുകയും എന്നിട്ട് വേണം ഫോൺ കോൾ ചെയ്യാൻ റൂളിനനുസരിച്ച് പറ്റുള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ അർജൻറ്റായിട്ട് ഒരാളെ വിളിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് വഴി കാറിൽ നമ്മളൊരു വോയിസ് കമാൻഡ് കൊടുത്ത് ഒരാളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്കിപ്പോൾ അർജൻറ്റായിട്ട് വിളിക്കണമെന്ന് അത്ര അർജൻ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമാൻഡ് പറയുകയും ഒരു കോൾ ചെയ്യുകയും ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ്. അതുവഴി നമുക്ക് നമ്മുടെ റോട്ടിൽ നിന്നുള്ള കോൺസെൻട്രേഷൻ ഒട്ടും തന്നെ കളയാതെ നമുക്ക് കോൾ ചെയ്യാന്നുള്ളൊരു ഫീച്ചറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.